ഒരു വിഭാഗം കെഎസ്ആർടിസി ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. കാഞ്ഞാണിയിൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. മണലൂർ ഗുരുവായൂർ റോഡിൽ പാർക്കിംഗിന് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണവും ഫലം കണ്ടില്ല. ലൈൻ ട്രാഫിക്കിലെ അജ്ഞത മൂലമുള്ള അപകടങ്ങൾ തുടരുന്നു. മാളാഷ്ടമിച്ചിറ ചൂണ്ടേക്കാട്ടുപാടം പുല്ലൻകുളങ്ങര പാടശേഖരത്തിലെ 70 ഏക്കറോളം കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തുന്നില്ല. കൃഷിനാശം ഭയന്ന് കർഷകർ. നീലക്കോഴികളുടെ ആക്രമണത്തിൽ ദുരിതത്തിലായി ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്തിലെ കർഷകർ. കതിരിട്ട് തുടങ്ങിയ നെൽച്ചെടികൾ വ്യാപകമായി നീലക്കോഴികൾ നശിപ്പിക്കുന്നു. വടക്കാഞ്ചേരി കുണ്ടന്നൂർ തെക്കേക്കരയിൽ പോലീസ് അനധികൃത കരിമരുന്ന് ശേഖരം പിടികൂടി. കുണ്ടന്നൂർ സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിൽ നിന്നാണ് കരിമരുന്ന് പിടികൂടിയത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കെഎസ്ആർടിസി ജീവനക്കാരുടെ പണിമുടക്ക് തുടരുന്നു. ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ശമ്പളവും പെൻഷനും എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, ഡിഎ കുടിശ്ശിക പൂർണ്ണമായി അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്കുന്നത്. ഇതേസമയം സർക്കാർ ഡേയ്സ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ഡിപ്പോയിലെ മോർണിംഗ് സ്പെല്ലിലെ 34 സർവീസുകളിൽ 24 സർവീസുകൾ പണിമുടക്ക് മൂലം മുടങ്ങി. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. ചിറ്റാട്ടുകര പൈങ്കണ്ണിക്കൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു, 2 പേരെ കുത്തി. കുത്തേറ്റ ഒരാൾ മരിച്ചു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. ആരും കാണണ്ട, നാരായണ പോട്ടെ. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണവും ഫലം കണ്ടില്ല. ലൈൻ ട്രാഫിക്കിലെ അജ്ഞത മൂലമുള്ള അപകടങ്ങൾ തുടരുന്നു. ലൈൻ ട്രാഫിക് എന്ന വാക്ക് പോലും കേൾക്കാത്ത ഡ്രൈവർമാരുണ്ട്. ഇതുമൂലം ഹൈവേകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറച്ചല്ല. ലൈൻ ട്രാഫിക്കിനെ കുറിച്ചുള്ള അജ്ഞത മൂലം ഹൈവേകളിൽ വലതുവശത്തെ ട്രാക്കിൽ സഞ്ചരിക്കുന്ന ബൈക്ക് യാത്രക്കാരുണ്ട്. അമിതവേഗത്തിൽ ട്രാക്കിന്റെ ഇടതുഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങളുമുണ്ട്. ഹൈവേകളിലായാലും വലതുവശത്തുകൂടി മാത്രമേ ഓവർടേക്കിംഗ് അനുവദിക്കുന്നുള്ളൂ. ഈ സമയം മുന്നിലുള്ള വാഹനങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തേക്ക് മാറുകയും വേണം. കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇടതുവശത്തെ ട്രാക്കിലൂടെ വേണം സഞ്ചരിക്കാൻ. ചരക്ക് വാഹനങ്ങൾ, ട്രെയിലറുകൾ എന്നിവ ഇടതുവശത്തുകൂടിയാണ് സഞ്ചരിക്കേണ്ടത്. കൂടിയ വേഗത്തിൽ സഞ്ചരിക്കേണ്ട വാഹനങ്ങൾ വലതുവശത്തെ ട്രാക്കിലൂടെ സഞ്ചരിക്കണം. ലൈൻ ട്രാഫിക് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല. ഇതിനാൽ തന്നെ ഹൈവേകളിൽ ലൈൻ ട്രാഫിക് അജ്ഞത മൂലമുള്ള അപകടങ്ങൾ തുടർക്കഥയാണ്. TCV തൃശൂർ. കാഞ്ഞാണിയിൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. മണലൂർ ഗുരുവായൂർ റോഡിൽ പാർക്കിംഗിന് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് മണലൂർ ഗുരുവായൂർ റോഡിലെ പാർക്കിംഗ് മാറ്റിയത്. ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ മണലൂർ പഞ്ചായത്ത് ബദൽ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കാഞ്ഞാണിയിലെ 160ഓളം വരുന്ന സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് സമരം നടത്തുന്നത്. കാഞ്ഞാണി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം INTUC ജില്ലാ ജനറൽ സെക്രട്ടറി KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. EK പ്രേമദാസ് അധ്യക്ഷത വഹിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ EA കുര്യൻ, ജോജു തേക്കാനത്ത്, മുഹമ്മദ് യൂനസ്, VG രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നീലക്കോഴികളുടെ ആക്രമണത്തിൽ ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരം, കതിരിട്ട് തുടങ്ങിയ നെൽച്ചെടികൾ വ്യാപകമായി നീലക്കോഴികൾ നശിപ്പിക്കുകയാണ്. 150 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഇക്കുറി അധിനിവേശ പക്ഷികളുടെ കടന്നുകയറ്റം അതിരൂക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ദുരിതം ഇപ്പോൾ വലിയ തോതിലായിരിക്കുകയാണ്. കൃഷി ഇറക്കിയ 60 കർഷകർ ആശങ്കയിലാണ്. നെൽച്ചെടികളിൽ പകുതിയിലധികവും നീലക്കോഴികൾ ഭക്ഷണമാക്കി. പാട്ടകൂട്ടി ശബ്ദമുണ്ടാക്കിയാലും നീലക്കോഴികൾ പിൻവാങ്ങുന്നില്ല. മുൻകാലങ്ങളിൽ ഇത്തരം പ്രയോഗങ്ങൾ ഒരു പരിധിവരെ ഗുണം ചെയ്തിരുന്നു. തൊട്ടടുത്ത് കാട് പിടിച്ചു കിടക്കുന്ന വലിയ ഗർത്തങ്ങളിൽ പതുങ്ങുന്ന ഇവ വീണ്ടും തിരിച്ചെത്തുകയാണ്. വയലിൽ കെട്ടിയ വലകളെയും ഇവ ഭയപ്പെടുന്നില്ല. ഇങ്ങനെ തുടർന്നാൽ നെൽകൃഷി തുടരാനാവില്ലെന്ന് മേഖലയിലെ കർഷകർ പറഞ്ഞു.
TCV ന്യൂസ് ചാലക്കുടി. മാള അഷ്ടമിച്ചിറ ചൂണ്ടേക്കാട്ടുപാടം പുല്ലൻകുളങ്ങര പാടശേഖരത്തിൽ 70 ഏക്കറോളം കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തുന്നില്ല. കൃഷിനാശം ഭയന്ന് കർഷകർ. കൃഷിയിടത്തിൽ വെള്ളം തടസ്സപ്പെടില്ലെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയെങ്കിലും അതുണ്ടായില്ലെന്ന് കർഷകനായ കുമാരൻ പറയുന്നു. ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾക്ക് വെള്ളമില്ല. പകുതിക്കതിലും കുറെ പൊതുമ്പാണ്. ഇപ്പൊ നനച്ചില്ലാച്ചാൽ ഒന്നും കിട്ടില്ല. കനാൽ വെള്ളം വരണില്ല, ലിഫ്റ്റ് ഇറിഗേഷന്റെ വെള്ളം അതും വരില്ല, രണ്ടുമില്ല. ഒക്കെ ഞങ്ങൾ പോയി MLA അടുത്ത് വരെയും പോയി. അപ്പോൾ MLA പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ലിഫ്റ്റ് ഇറിഗേഷൻ്റെ വിഷയം നന്നാക്കണമെങ്കിൽ അത് മാറ്റി വയ്ക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കടലാസ് കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പഞ്ചായത്തിലെ മികച്ച കർഷകൻ കൂടിയായ അഷ്ടമിച്ചിറ സ്വദേശി വാക്കയിൽ 88-കാരനായ കുമാരനും ഭൂരിഭാഗം കർഷകർക്കും കനാലിൽ ഒരു തവണ കൂടി വെള്ളമെത്തിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. പക്ഷേ അത് അടുത്ത ദിവസം ഉണ്ടായില്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും കരിയുമെന്ന അവസ്ഥയിലാണ്. നെൽച്ചെടികൾ പകുതിയിലധികം കതിരിട്ട നിലയിൽ 25 ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കാവുന്ന പാകത്തിലാണ് വെള്ളമില്ലാതെ ഉണങ്ങുന്നത്. തുമ്പൂർമൊഴിയിൽ നിന്നുള്ള കനാലിൽ 2 ആഴ്ച മുമ്പാണ് വെള്ളമെത്തിയത്. മാസത്തിലൊരിക്കലാണ് അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് വെള്ളം തുറക്കുന്നത്. അഷ്ടമിച്ചിറ ജലസേചന പദ്ധതിയിലെ ട്രാൻസ്ഫോർമർ തകരാറിലായിട്ട് ഒരു മാസത്തോളമായി. ജലസേചന വകുപ്പ് സ്ഥാപിച്ച ട്രാൻസ്ഫോർമറിന് പകരമായി മറ്റൊന്ന് ഇല്ലാത്തതിനാലാണ് പരിഹാരം നീളുന്നത്. തകരാറിലായ ട്രാൻസ്ഫോർമർ അടിയന്തരമായി ശരിയാക്കി പ്രധാന കനാലിൽ വെള്ളമെത്തിയില്ലെങ്കിൽ അഷ്ടമിച്ചിറയിലെ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്കൊപ്പം കർഷകരുടെ പ്രതീക്ഷകളും കരിഞ്ഞുണങ്ങും. TCV മാള. വടക്കാഞ്ചേരി കുണ്ടന്നൂർ തെക്കേക്കരയിൽ അനധികൃത കരിമരുന്ന് ശേഖരം പോലീസ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കരിമരുന്ന് ശേഖരം പിടികൂടിയത്. കുണ്ടന്നൂർ സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള തെക്കേക്കരയിലുള്ള ഷെഡിലാണ് കരിമരുന്ന് സൂക്ഷിച്ചിരുന്നത്. പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കാനുള്ള 27 കിലോ കരിമരുന്നും 2.25 കിലോ ഓലപ്പടക്കവും 3.25 കിലോ കരിമരുന്ന് തിരിയും അമിട്ട് നിറയ്ക്കാനുള്ള 5 ചാക്ക് പ്ലാസ്റ്റിക് ബോളുകളും പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുണ്ടന്നൂർ പന്തലങ്ങാട്ട് സുരേഷിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇയാൾക്കെതിരെ നേരത്തെയും പോലീസ് കേസെടുത്തിരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനാണ് കരിമരുന്ന് ശേഖരിച്ചിരുന്നതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഇൻസ്പെക്ടർ റിജിൻ M. തോമസിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് വരെ റോഡ് കോൺക്രീറ്റ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ ഗതാഗത നിയന്ത്രണം. നിലവിൽ വൺവേ ആയ വെളിയന്നൂർ ദിവാഞ്ചിമൂല റോഡ് ഒരു വരി ഗതാഗതമാക്കി. റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്കും KSRTCയിലേക്കും പോകുന്ന വാഹനങ്ങൾക്കും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത മരത്താക്കരയിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. എറണാകുളത്ത് നിന്ന് വളവുമായി പാലക്കാട്ടേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. മതിലകം പുതിയ കാവിൽ കാർ മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പെരുമ്പാവൂർ സ്വദേശികളായ അരുൺകുമാർ, ഷീല, പത്മിനി, ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ പോയി മടങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ മരത്തിൽ ഇടിക്കുകയായിരുന്നു. അനാരോഗ്യം മൂലം ചെത്ത് തൊഴിലിൽ നിന്ന് വിരമിച്ച തൊഴിലാളിക്ക് പെൻഷൻ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. കുന്നംകുളം റേഞ്ചിലെ ചെത്ത് തൊഴിലാളി KM സുരേഷ് കുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അനാരോഗ്യം സംബന്ധിച്ച് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും സുരേഷ് കുമാറിന് ചെത്ത് തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ അനുവദിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് മുൻപ് താലൂക്ക് തല അദാലത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പെൻഷൻ അനുവദിച്ചു നൽകാൻ നിർദ്ദേശം നൽകിയെങ്കിലും ബോർഡ് പാലിച്ചില്ലെന്നും സുരേഷ് കുമാർ പറഞ്ഞു. തൃശൂർ പൂങ്കുന്നം പടിഞ്ഞാറേക്കോട്ട റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം കാനയിലൂടെ ഒഴുകുന്നു. ഡിവിഷൻ കൌൺസിലറോടും കോർപ്പറേഷനിലും പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ. പൂങ്കുന്ന റോഡിൽ കേരളവർമ്മ കോളേജ് സ്റ്റോപ്പിന് സമീപമുള്ള ഇറക്കത്തിലാണ് കഴിഞ്ഞ 1 വർഷത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. റോഡ് പണിയുടെ ഭാഗമായി കാന നിർമ്മിച്ചപ്പോൾ പൈപ്പ് പൊട്ടിയതാണെന്നും ഇതുവരെയും ശരിയാക്കാൻ ബന്ധപ്പെട്ടവർക്കായിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ദിവസവും 100 കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇത്തരത്തിൽ പാഴായി പോകുന്നത്. കാനയിലൂടെ വെള്ളം ഒഴുകി പോകുന്നതിനാൽ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾക്ക് ടോൾ പിരിക്കാൻ നീക്കം. ടോൾ ബൂത്തുകൾ ഒഴിവാക്കി AI ക്യാമറ വഴി ഫാസ്ടാഗിൽ നിന്നും പണം ഈടാക്കാനാണ് ആലോചന. ഇത് സംബന്ധിച്ച് കെൽട്രോൺ, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനും ചേർന്ന് സാധ്യതാ പഠനം നടത്തും. തദ്ദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നും സൂചനയുണ്ട്.
വടക്കാഞ്ചേരിയിൽ അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് 60 ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തു. ഇന്ന് രാവിലെ എങ്കേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം മങ്കര സ്വദേശി കിണറാമാക്കൽ കുഞ്ഞുമോനെ കബളിപ്പിച്ചാണ് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തത്. ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങാനെന്ന വ്യാജേനയെത്തി ടിക്കറ്റുകൾ കയ്യിൽ വാങ്ങിയതിനു ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകിയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ചത്. ഇത് 4ാം തവണയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ച് ലോട്ടറി തട്ടുന്നത്. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. ഞാൻ അവിടുന്ന് അപ്പുറത്തുനിന്ന് കിടക്കായിരുന്നു. കിടക്കുന്നതിന് മുന്നേ ഒരുത്തം വന്നു, ഒരു ടിക്കറ്റ് വേണം പറഞ്ഞു. ടിക്കറ്റ് കൊടുത്തു. ആ ടിക്കറ്റ് കൊടുത്തപ്പോൾ ഞാൻ അവിടുന്ന് അപ്പം പോയി പെട്ടെന്ന് എനിക്ക് ഇതാകാൻ പറ്റില്ലല്ലോ. അത് നോക്കുമ്പോൾ ഈ ടിക്കറ്റ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് അതിൽ പഴയ ടിക്കറ്റ് ഉണ്ട്. അപ്പോഴത്തേനും ഗ്യാസ് കമ്പനിയിലാണ്ട് പിള്ളേർ ഇതെടുത്തുണ്ടായിരുന്നു. അവർ വന്നിട്ട് നോക്കി ഇപ്പോൾ 3 ആഴ്ചത്തെ ടിക്കറ്റ് അത് തിരഞ്ഞ് അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നെ. അല്ലാണ്ടിപ്പോൾ എന്താ പറയുക, ഇതുണ്ടായത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഉണക്ക മത്സ്യ സംഭരണ കേന്ദ്രത്തിൽ മോഷണം. മത്സ്യം സൂക്ഷിക്കുന്ന ഫൈബർ ബോക്സുകൾ കവർന്നു. അഴീക്കോട് മുനക്കൽ വഞ്ചിക്കടവ് PMA ഡ്രൈ ഫിഷ് കമ്പനിയിലാണ് മോഷണം നടന്നത്. മത്സ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന 25 കണ്ടെയ്നർ ബോക്സുകളും 20 പ്ലാസ്റ്റിക് ബോക്സുകളുമാണ് മോഷണം പോയത്. 25,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമകൾ പറഞ്ഞു. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളായ പടമാട്ടുമൽ തോമസ് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ആനപ്പിണ്ടവും കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ച കാർഷിക വിളകളും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിക്ഷേപിച്ച് പാണഞ്ചേരിയിൽ കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധം. വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, കാട്ടാന ദുരന്തം അനുഭവിച്ചവർക്കും കർഷകർക്കും നൽകിയ വാക്ക് സർക്കാരും മന്ത്രി K. രാജനും പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ് കർഷക പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. KPCC അംഗം ലീലാമ്മ തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. മിലിറ്ററി നഴ്സിംഗ് അഡീഷണൽ ഡയറക്ടർ ജനറലായി PD ഷീന ചുമതലയേറ്റു. വടമ സ്വദേശിയായ ഷീന ഡൽഹി ആർമി റിസർച്ച് ആൻഡ് റഫറൽ ആശുപത്രിയിലെ പ്രിൻസിപ്പൽ മേട്രനായിരുന്നു. 1985 മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ പ്രവേശിച്ച ഇവർ മേജർ ജനറൽ പദവിയിലാണ്. 20 വർഷം നഴ്സ് ഓങ്കോളജിസ്റ്റായും പ്രവർത്തിച്ചു. ബ്രിഗേഡിയർ ആയിരിക്കുമ്പോൾ കാശ്മീരിലെ ഉധംപൂർ നോർത്തേൺ കമാൻഡ് ആശുപത്രിയിൽ പ്രിൻസിപ്പൽ മേട്രനായിരുന്നു. രാജ്യത്തെ വിവിധ സായുധ സേനാ ആശുപത്രികളിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഭർത്താവ് ജോയ് ചേര്യക്കര 2020 പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗമാണ്. തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്ന അരിമ്പൂർ കൊടയാട്ടി പാടശേഖരത്തിൽ അനധികൃത നികത്തൽ കർഷക നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഭാഗികമായി നികത്തിയ തണ്ണീർത്തടം ഘട്ടം ഘട്ടമായി വീണ്ടും നികത്താനുള്ള ശ്രമമാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത്. കേരള കർഷക സംഘം അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി K. രാകേഷ്, കർഷക തൊഴിലാളി യൂണിയൻ അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി KR വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. വിവരമറിഞ്ഞ് എറവ് വില്ലേജ് ഓഫീസർ AA ജയൻ, വില്ലേജ് അസിസ്റ്റന്റ് AN സുബിൻ എന്നിവർ സ്ഥലത്തെത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടികളെടുക്കുമെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. അരിമ്പൂർ പഞ്ചായത്തിലെ നികത്തിയ മുഴുവൻ തണ്ണീർത്തടങ്ങളും കണ്ടെത്തി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് കാർഷിക വികസന സമിതി ചെയർമാൻ K. രാകേഷ് ആവശ്യപ്പെട്ടു. അരിമ്പൂർ പഞ്ചായത്തിലെ ചില വ്യക്തികൾ ചില പാടശേഖരങ്ങൾ കേന്ദ്രമാക്കി ചുളുവിലേക്ക് പാടങ്ങൾ മേടിച്ച് അവിടെ നികത്തി പോകുന്ന സംഭവമാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് നിലവിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. കൊടയാട്ടി പാടശേഖരത്ത് ചില വ്യക്തികൾ സ്വകാര്യ പാടം കയ്യേറി നികത്തുന്ന നിലപാടെടുത്തു. അതിനെതിരെ കർഷക സംഘം ഇടപെട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ അത് തടയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ഉണ്ടായി. അപ്പോൾ വ്യാപകമായി ഇത് വ്യാപിച്ചു വരികയാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. സ്വകാര്യ വ്യക്തികൾ തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്ന ഏക്കർ കണക്കിന് സ്ഥലം നികത്തിയിട്ടുണ്ട് എന്നാണ് കർഷകർ പറയുന്നത്.
കടങ്ങോട്, വെള്ളറക്കാട്, ചിറമനേങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരമായി വില്ലേജ് ഓഫീസറെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. കാലങ്ങളോളമായി വില്ലേജ് ഓഫീസിൽ സ്ഥിരമായ ഓഫീസർ ഇല്ലാത്തതുമൂലം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിൽ ജനങ്ങളും പൊതുപ്രവർത്തകരും നിരന്തരം പരാതിപ്പെടുന്നുണ്ടെങ്കിലും വില്ലേജ് ഓഫീസറെ നിയമിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഉപരോധത്തിന് ശേഷം വില്ലേജ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ CV ലൈജു മോന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. പിന്നീട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധ സമരത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, നേതാക്കളായ സലാം വലിയകത്ത്, റഫീഖ് ഐനിക്കുന്നത്ത്, MP സിജോ, പഞ്ചായത്ത് മെമ്പർമാരായ സൈബു നിസ അഷ്റഫു, രജിത ഷാജി എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിലെ ഏക ഒരു വില്ലേജാണ് വെള്ളറക്കാട് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രൂപ്പ് വില്ലേജ്. കടങ്ങോടും ചെറുമനേങ്കാടും വെള്ളറക്കാടും ചേർന്ന് കിടക്കുന്ന ഈ ഗ്രൂപ്പ് വില്ലേജിൽ ഒരു വർഷത്തിനുള്ളിൽ മാക്സിമം 10ൽ കൂടുതൽ വില്ലേജ് ഓഫീസർമാർ വന്നിട്ട് ഇവിടെ സുഗമമായ പ്രവർത്തനം നടത്താൻ കഴിയാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഓരോ ദിവസവും ഒരു ഒപ്പ് ശേഖരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ 2 ആഴ്ചത്തോളം ഇവിടെ കയറി ഇറങ്ങുന്ന അവശ നിലയിലാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി നഗരസഭ അകമല കൌൺസിലറുമായ ബുഷ റഷീദ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സീഡ് സൊസൈറ്റിയുടെ മറവിൽ കോടികൾ തട്ടിയ കൌൺസിലർ ബുഷ റഷീദ് രാജിവെക്കുക, കോടികളുടെ തട്ടിപ്പ് പോലീസ് അന്വേഷിക്കുക എന്നിവയെഴുതിയ പോസ്റ്ററുകളാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തും ഉത്രാളിക്കാവ് പരിസരത്തും വടക്കാഞ്ചേരി നഗരസഭാ പരിസരത്തുമെല്ലാം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തനിക്കെതിരെയുള്ള പോസ്റ്ററുകൾക്കെതിരെ ബുഷ റഷീദ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനത്ത് ട്രസ്റ്റി അംഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. 11 പേർക്ക് പരിക്കേറ്റു. സ്വത്ത് സംബന്ധിച്ചും ഭരണത്തിലെ ഇടപെടലിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് ഇന്നലെ സംഘടനത്തിൽ കലാശിച്ചത്. സ്ത്രീകളടക്കം പരിക്കേറ്റവരെ തൃപ്രയാർ ഗവൺമെന്റ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് കാനാടി ദേവസ്ഥാനം മഠത്തിന് പോലീസ് കാവലേർപ്പെടുത്തി. സംഭവത്തിൽ കേസെടുത്തതായി അന്തിക്കാട് SHO പറഞ്ഞു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം P. ഭാഗ്യലക്ഷ്മി അമ്മ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ജില്ലാ കൌൺസിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കരുമത്ര സ്വദേശിനിയായ ഇവർ ചേറൂരിലാണ് സമീപ നാളുകളിൽ താമസിച്ചിരുന്നത്. മഹിളാ അസോസിയേഷൻ മുൻ ജില്ലാ നേതാവാണ്. കടങ്ങോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. 42 വയസ്സായിരുന്നു. തൃശൂർ അയ്യന്തോൾ ചുങ്കം സ്വദേശിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് നടന്ന റബ്ഫില മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ടുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കഴിഞ്ഞ 3 വർഷമായി കടങ്ങോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു. KGMOA തൃശൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു. ചാവക്കാട് പുത്തൻ കടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതിയുടെ ഈ സീസണിലെ ആദ്യ കടലാമക്കൂട് വിരിഞ്ഞിറങ്ങി. ഡിസംബർ 19 കിട്ടിയ 91 മുട്ടകളിൽ വിരിഞ്ഞ 71 കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിടൽ ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗീവർ, സൂര്യ കടലാമ സംരക്ഷണ പ്രവർത്തകരായ PA സെയ്ദു മുഹമ്മദ്, PA നസീർ, KS ഷംനാദ്, PN ഫായിസ്, PH ഹർഷാദ്, PH മൻസൂർ എന്നിവർ പങ്കെടുത്തു. 17 കൂടുകളായി 1600 മുട്ടകൾ ഇനി വിരിയാനുണ്ട്. 45 ദിവസമെടുത്താണ് മുട്ട വിരിഞ്ഞത്. കുതിച്ചുയർന്ന സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 7810 രൂപയായി. പവന് 840 രൂപ കൂടി 62,480 രൂപയുമായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനെ നോക്കുകുത്തിയാക്കി CPM സെൽ ഭരണം നടത്തുകയാണെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണ തകർച്ചയ്ക്കെതിരെ UDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ KK ബാബു അധ്യക്ഷനായിരുന്നു. PK രാജൻ, VG അശോകൻ, KB ജയറാം, CM നൌഷാദ്, അസ്കർ അലി തങ്ങൾ, NJ ലിയോ, CJ സ്റ്റാൻലി, KS ദീപൻ എന്നിവർ സംസാരിച്ചു.
ഇടത്തട്ട് സംവിധാനമായ ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ നോക്കുകുത്തിയായി പാർട്ടി സൽഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. PC ഉമേഷ്, PK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. CV രവി, PK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നതും കരാർ പ്രകാരമുള്ളതുമായ സുരക്ഷയൊരുക്കാതെ പാലിയേക്കര ടോൾ കരാർ കമ്പനി 13 വർഷം കൊണ്ട് പിടിച്ചെടുത്തത് 1521 കോടി രൂപ. ടോൾ പിരിവ് ആരംഭിച്ച് ഫെബ്രുവരി 9-ന് 13 വർഷം പൂർത്തീകരിക്കാനിരിക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാതെയാണ് കമ്പനി ഇപ്പോഴും ടോൾ പിരിക്കുന്നത്. സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ച 11 ബ്ലാക്ക് സ്പോട്ടുകളിൽ 5 മാത്രമാണ് പരിഹാര നിർദ്ദേശങ്ങൾ കമ്പനി ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. നടത്തറ, മരത്താക്കര, പോട്ട, ആശ്രമം ജംഗ്ഷൻ, പുതുക്കാട്, കൊടകര, പേരാമ്പ്ര എന്നിവിടങ്ങളിലും 30ഓളം തീവ്ര അപകട സാധ്യതാ കവലകളിലും മറ്റ് അപകട സാധ്യതയുള്ള 20 ജംഗ്ഷനുകളിലും ഇതുവരെ കമ്പനി യാതൊരു സുരക്ഷാ നടപടികളും ചെയ്തിട്ടില്ലെന്നും തനിക്ക് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നിരന്തരം അപകടമുണ്ടാകുന്ന പുതുക്കാട് KSRTC ജംഗ്ഷനിൽ പോലും ഒന്നും ചെയ്തില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. നിർദ്ദേശം നടപ്പിലാക്കാതെ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. 2012 ഫെബ്രുവരി 9-നാണ് ഈ ടോൾ പിരിവ് ആരംഭിച്ചത്. അന്ന് കരാറിൽ പറയുന്ന നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിരുന്നില്ല, സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിരുന്നില്ല. 2016-ലാണ് ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. പക്ഷെ അന്നും ഇത് പൂർത്തിയാകാതെ ഇപ്പൊ നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്, നിർമ്മാണ പ്രവർത്തികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. 2022-ൽ നടത്തിയ സുരക്ഷാ ഓഡിറ്റ്, ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന 11 ബ്ലാക്ക് സ്പോട്ടുകൾ, 30 അതിതീവ്രമായ അപകട സാധ്യതയുള്ള ജംഗ്ഷനുകൾ, 20ഓളം തീവ്രമായ അപകട സാധ്യതയുള്ള കവലകൾ, ഇതിലൊക്കെ ചെയ്യേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ, മേൽപ്പാലം തുടങ്ങി അടിപ്പാത തുടങ്ങി അങ്ങനെ നിരവധിയായ പരിഹാര നിർദ്ദേശം. അതിൽ കേവലം 5 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുവരെ പണി ആരംഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഒരു സ്ഥലങ്ങളിലും യാതൊരു തരത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് ഈ വിവരാവകാശ രേഖ പറയണം. നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പുതുക്കാട് KSRTCയുടെ ആ മുൻവശം, അവിടെയും യാതൊന്നും ചെയ്യാനുള്ള, എന്തെങ്കിലും തരത്തിൽ ചെയ്യാനുള്ള ഒരു പരിപാടിയെക്കുറിച്ച് അല്ലെങ്കിൽ പരിഹാര നിർദ്ദേശത്തെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം NHI കമ്പനിയെ കരാർ ലംഘനത്തിന്റെ പേരിൽ പുറത്താക്കാൻ, കരിമ്പട്ടികയിൽ പെടുത്തി പുറത്താക്കാൻ നോട്ടീസ് നൽകി. അതോടൊപ്പം തന്നെ കരാർ ലംഘനത്തിന്റെ പേരിൽ 2243 കോടി രൂപ പിഴ ചുമത്തി. അതിനെതിരെ കരാർ കമ്പനി ആർബിട്രേഷൻ ട്രൈബ്യൂണലിനെ സമീപിച്ചു. അതിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിയിരുന്നു. അതിൽ നിന്ന് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് അതിൽ നിന്ന് ഒഴിവായിരിക്കുകയാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് കറവ പശു കാലിത്തീറ്റ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, ES സുരേഷ്, PM സജി, KB ബബിത, വെറ്റിനറി സർജൻ B ലിഷ എന്നിവർ പങ്കെടുത്തു. പൊള്ളയായ വികസന സെമിനാർ ഫണ്ടുകൾ നഷ്ടപ്പെടുത്തുന്നുവെന്നാരോപിച്ച് ഒരുമനൂർ പഞ്ചായത്തിൽ UDF അംഗങ്ങൾ വികസന സെമിനാർ കരട് പദ്ധതി രേഖ കത്തിച്ച് പ്രതിഷേധിച്ചു. 2 തവണ 40 ലക്ഷത്തോളം രൂപയുടെ ഫണ്ടാണ് പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. KJ ചാക്കോ, നസീർ മൂപ്പിൽ, നഷ്റ മുഹമ്മദ്, ആരിഫ ജുഫൈർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. എന്നാൽ പ്രതിപക്ഷം നടത്തിയ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ വികസന സെമിനാറിന്റെ ഭാഗമായി വികസന രേഖ ഇന്ന് പ്രതിപക്ഷം കത്തിച്ചത് തികച്ചും നിഷേധാർഹമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. അവരവരുടെ വാർഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളും റോഡ് പദ്ധതികളും മറ്റു പദ്ധതികളെല്ലാം ഉൾപ്പെടുന്ന ഒരു വികസന രേഖ രാഷ്ട്രീയ പ്രേരിതമായി ഇത് കത്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വരുന്ന ഒരു ഇലക്ഷനെ മുന്നോടിയായിട്ടാണ് ഇത് ചെയ്യുന്നത്.
ഇവിടെ പ്രതിപക്ഷം വളരെ നിർജ്ജീവമാണ്. അപ്പോൾ സജീവമാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രഹസനമാണിതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മപരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഈ മാസം 7 മുതൽ 14 വരെ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 14 ആറട്ട്. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ നളിനൻ മുല്ലങ്ങത്ത്, കെ ബാബുരാജൻ, CP അനിൽ, വേണുഗോപാൽ ഏറാട്ട്, PK ചന്ദ്രബാബു, സന്തോഷ് കളാന്ത്ര എന്നിവർ പങ്കെടുത്തു. വെള്ളറക്കാട് ശ്രീ ചിങ്ങങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. ശിങ്കാരിമേളം, പൂതനം തിറയും, കലാരൂപങ്ങൾ, ബാൻഡ് സെറ്റ്, നാസിക് ഡോൾ, കാവടിയാട്ടം, തെയ്യം തിറ എന്നിവയും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. എടത്തിരുത്തി പഞ്ചായത്തിൽ നിർമ്മിച്ച ചാമക്കാല ബീച്ച് പാലത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഇൻവെർട്ടറിന്റെയും എയർ കണ്ടീഷന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VS ദിനേശ് എന്നിവർ പങ്കെടുത്തു. സയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ മത്സരിക്കുകയാണെന്ന് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ആരോപിച്ചു. അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാതെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പകുതിയായി വെട്ടിച്ചുരുക്കുകയും ചെയ്ത് ഭിന്നശേഷി സംവരണം എയ്ഡഡ് മേഖലയിൽ നടപ്പിലാക്കിയതോടെ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ ബാക്ക്ലോഗ് പരിഹരിച്ചു മാത്രമേ അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാവൂ എന്ന പിടിവാശിയിലാണ് സംസ്ഥാന സർക്കാർ. UGC ചട്ടങ്ങൾ പരിഷ്കരിക്കാനുള്ള കേന്ദ്രത്തിന്റെ കരട് നിർദ്ദേശങ്ങൾ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്നും സംഘടന കുറ്റപ്പെടുത്തി. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളായി തൃശൂർ DBCLC ഹാളിൽ നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം വിദ്യാഭ്യാസ സെമിനാറും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ജോഷുവ മാർ ഇഗ്നേത്തിയോസും പൊതുസമ്മേളനം CBSE പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്തും ഉദ്ഘാടനം ചെയ്യും. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു, വൈസ് പ്രസിഡന്റുമാരായ CA ജോണി, ബിജു P ആന്റണി, അതിരൂപത പ്രസിഡന്റ് AD സാജു, തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ജോയ് അടമ്പുകുളം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ അവബോധ ക്യാമ്പയിൻ നടത്തി. പ്രധാന അധ്യാപിക സിസ്റ്റർ ദീപ്തി ജോൺ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഡോക്ടർ VR അനീഷ് അധ്യക്ഷത വഹിച്ചു. VR സെബി, ചെറിയാൻ DJ, അധ്യാപകരായ ഐറിൻ ഫ്രാങ്കോ, സിൽവിയ റോസ്, നിഷ PD, വിനിത തോമസ് എന്നിവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മറ്റുള്ള ആവശ്യങ്ങളാണ് ഇത് മുന്നോട്ട് ചന്ദ്രാപ്പിനെ കണ്ടംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയും ചന്ദ്രാപ്പിനെ പുരോഗമന കലാസാഹിത്യ സംഘവും ഗ്രാമഫോൺ ചന്ദ്രാപ്പിനെയും സംയുക്തമായി MT P ജയചന്ദ്രൻ എന്നിവരുടെ അനുസ്മരണാർത്ഥം രാഗനിർമാല്യം സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സതീഷ് കുമാർ വിശാഖപട്ടണം അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ അമ്പിളി, അരവിന്ദൻ പണിക്കശ്ശേരി, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, ശ്രീനാരായണ വായനശാല പ്രസിഡന്റ് TN അജയ്കുമാർ, AV സതീഷ്, KS കിരൺ, KR ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമഫോൺ ചന്ദ്രാപ്പിനിയുടെ ഗാനാഞ്ജലി അരങ്ങേറി. നിർമാല്യം സിനിമാ പ്രദർശനവും ഉണ്ടായിരുന്നു. സ്ത്രീകളിലെ ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തറയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ
രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു, DMO ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ഡോക്ടർ AN ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ വരെ നീട്ടി. മാസാന്ത്യ കണക്കെടുപ്പിനുള്ള അവധി വ്യാഴാഴ്ചയായിരിക്കും. ഫെബ്രുവരിയിലെ റേഷൻ വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക്. ഭിന്നശേഷി മേഖലയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തരമായി അവഗണിക്കുകയാണ്. രാജ്യത്ത് 3% വരുന്ന ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര ബജറ്റിൽ പേരിന് മാത്രമാണ് തുക വകയിരുത്തിയതെന്നും സംഘടന ആരോപിച്ചു. വ്യാഴാഴ്ച എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ശ്രദ്ധ ക്ഷണിക്കൽ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന ധർണ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്യും. പരിവാർ ജില്ലാ പ്രസിഡന്റ് K സന്തോഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി VJ വിൻസെന്റ്, എക്സിക്യൂട്ടീവ് അംഗം ബേബി ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെഹ്റു സ്കൂൾ ഓഫ് മാനേജ്മെന്റ് രാജ്യത്തെ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന 18ാമത് ദേശീയ മാനേജ്മെന്റ് ഫെസ്റ്റ് 3 ദിവസങ്ങളായി പാമ്പാടി ക്യാമ്പസിൽ നടക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിൽ രാജ്യത്തെ 50-ൽ പരം കോളേജുകളിൽ നിന്നായി 600-ലധികം വിദ്യാർത്ഥികൾ 13 മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KG വിശ്വനാഥൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ TP കൃഷ്ണകുമാർ, സ്റ്റാഫ് കോർഡിനേറ്റർ പ്രൊഫസർ അലക്സ് കുരുവിള, സ്റ്റുഡന്റ് കോർഡിനേറ്റർ MJ ശിൽപ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പാടശേഖരത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പൂക്കോട്, കാവലു, കീനൂർ, പാലക്കുന്ന്, തോട്ടുരുത്തി പ്രദേശത്തെ പാടശേഖരത്തിലിറങ്ങിയ കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. പഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടർമാരായ സുദർശൻ മത്തോളി, KT ജെയിംസ് എന്നിവരാണ് പന്നികളെ കൊന്നത്. വാർഡ് മെമ്പർ ജീഷ്മ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ കർഷകരായ രാജു കിഴക്കൂടൻ, TM പുഷ്പാകരൻ, ജോഷി കൊമ്പൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കാട്ടുപന്നി ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രവർത്തനം ശക്തമാക്കുമെന്ന് അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അറിയിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ ഇടവക ദിനം ആഘോഷിച്ചു. നവവൈദികൻ ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ ഇടവക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. തീർത്ഥകേന്ദ്രം സഹവികാരിമാരായി സേവനം ചെയ്ത ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർക്കുള്ള യാത്രയയപ്പ് നൽകി. ഫാദർ ജോസഫ് ആലപ്പാട്ട്, ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ OJ ജസ്റ്റിൻ, സിസ്റ്റർ റാണി മരിയ, സേവ്യർ അറക്കൽ എന്നിവർ സംസാരിച്ചു. പെരുമ്പില വക്കിക്കാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റി 5 ദിവസത്തെ പൂരാഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൂരദിവസമായ ഫെബ്രുവരി 8-ന് കേരളത്തിലെ പ്രഗത്ഭരായ പഞ്ചവാദ്യ കലാകാരന്മാർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യം നടക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയുടെ തിടമ്പേറ്റും. വാർത്താസമ്മേളനത്തിൽ പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി KS പ്രിയേഷ്, VI വിജയസേനൻ, KK സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ പട്ടികജാതി ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ഷാജൻ, ശ്യാമള മുരളീധരൻ, ജയപ്രകാശ് പൂത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആശയവും സംവിധാനവും നിർവഹിച്ച വിലയ്ക്ക് വാങ്ങുന്ന അർബുദം എന്ന ഡോക്യുമെന്ററി ലോക ക്യാൻസർ ദിനമായി ഇന്ന് യൂട്യൂബിൽ റിലീസ് ചെയ്തു. ജീവിതശൈലിയിലൂടെ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ക്യാൻസറിന്റെ വ്യാപനവും അത് സമൂഹത്തിൽ ഉയർത്തുന്ന ഭീഷണിയുമാണ് ഡോക്യുമെന്ററിയുടെ പ്രമേയം. ക്യാൻസർ ചികിത്സാ രംഗത്തെ പ്രഗത്ഭർ, ക്യാൻസർ രോഗ വിമുക്തി വന്ന വ്യക്തികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത്. കിടപ്പുമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയ പ്രതിക്ക് 3.5 വർഷം തടവും 16,000 രൂപ പിഴയും. മണത്തല പുത്തൻ കടപ്പുറം സ്വദേശി അനിലിനെയാണ് തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. യുവ ദമ്പതികളുടെ പരാതിയിലാണ് ചാവക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. CCTV ക്യാമറയിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ദമ്പതികളുടെ കിടപ്പുമുറിയിലെ ജനലിൽ കുടക്കമ്പി കൊണ്ട് ദ്വാരമുണ്ടാക്കിയായിരുന്നു ഒളിഞ്ഞുനോട്ടം. പ്രോസിക്യൂഷനു വേണ്ടി MK കൃഷ്ണൻ ഹാജരായി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
ടൈഗൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും ടൈഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,770 രൂപ, പവന് 62,160 രൂപ. വെള്ളി ഗ്രാമിന് 104 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,420 രൂപ. ടൈഗൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും ടൈഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചിറ്റാട്ടുകര പൈങ്കണിക്കൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞു, 2 പേരെ കുത്തേറ്റ ഒരാൾ മരിച്ചു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. ഒരു വിഭാഗം KSRTC ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. കാഞ്ഞാണിയിൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. മണലൂർ ഗുരുവായൂർ റോഡിൽ പാർക്കിങ്ങിന് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണവും ഫലം കണ്ടില്ല. ലൈൻ ട്രാഫിക്കിൽ അജ്ഞത മൂലമുള്ള അപകടങ്ങൾ തുടരുന്നു. വാളാഷ്ടമിച്ചിറ ചൂണ്ടേക്കാട്ടുപാടം പുല്ലൻകുളങ്ങര പാടശേഖരത്തിലെ 70 ഏക്കറോളം കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തുന്നില്ല. കൃഷിനാശം ഭയന്ന കർഷകർ. നീലക്കോഴികളുടെ ആക്രമണത്തിൽ ദുരിതത്തിലായ ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്തിലെ കർഷകർ. കതിരിട്ട് തുടങ്ങിയ നെൽച്ചെടികൾ വ്യാപകമായി നീലക്കോഴികൾ നശിപ്പിക്കുന്നു. വടക്കാഞ്ചേരി കുണ്ടന്നൂർ തെക്കേക്കരയിൽ പോലീസ് അനധികൃത കരിമരുന്ന് ശേഖരം പിടികൂടി. കുണ്ടന്നൂർ സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിൽ നിന്നാണ് കരിമരുന്ന് പിടികൂടിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.